എണീക്കടാ, പോണ്ടേ? എണീക്ക. ഹലോ ഗൈസ്, വെൽക്കം ടു VN ബ്ലോഗ്സ്. ഇന്ന് നമ്മൾ സ്പ്ലിറ്റിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളും ഫേമസുമായിട്ടുള്ള 5 ഐലൻഡ് ബ്ലൂ കേവ് ടൂറാണ് നമ്മളിന്ന് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ 7:30 സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം 6 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പാണിത്. ബോർഡിങ്ങിനായി 7:15 തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനായി നമ്മൾ അഡ്വാൻസ് ബുക്ക് ചെയ്ത ഊബറാണ് ഈ വന്ന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്നത്. നമ്മുടെ ഊബർ ഡ്രൈവർ ഷിപ്പ് യാർഡിലെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ പാർട്ട് ടൈമായിട്ട് ഊബർ ഓടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സ് ഇന്ത്യയിലുണ്ട് എന്നും നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെപ്പറ്റിയും അദ്ദേഹം ഒരുപാട് സംസാരിക്കുകയുണ്ടായി. യാത്രയിലുടനീളം ഇന്ത്യൻ പുരാണങ്ങളെക്കുറിച്ചും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡിൻ്റെ വളർച്ചയെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് സംസാരിച്ചു. പുരാണ ഗ്രന്ഥങ്ങളിലൊന്നായ ഭഗവത്ഗീത അദ്ദേഹം വായിച്ചിട്ടുണ്ട് എന്നും 1990 കാലഘട്ടങ്ങളിൽ സ്പ്ലിറ്റിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്നതും നമുക്കൊരു പുതിയ അറിവായിരുന്നു. ഞങ്ങളുടെ പഴയ ചില വീഡിയോകളെങ്കിലും ഈ സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്നെല്ലാം നല്ല തിരക്കായിരിക്കും, കാരണം കൂടുതലും നമ്മളിവിടെ വൈകുന്നേര സമയങ്ങളിലാണ് വരാറുള്ളത്. അപ്പോൾ ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് അധിനിവേശത്തിലാണ് ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയായിട്ടുള്ളത്. റീവ എന്നറിയപ്പെടുന്ന സ്പ്ലിറ്റിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന ഈ സ്ഥലം 2007 ഇന്നീ കാണുന്ന രീതിയിൽ പണി പൂർത്തിയായിട്ടുള്ളത്. തന്നെ ഞങ്ങൾ മീറ്റിംഗ് പോയിന്റിലെത്തി കേട്ടോ. 7:15 പറഞ്ഞിരിക്കുന്നത്, അന്നേരത്തേക്കുമാണ് ആൾ വരുള്ളൂ. പക്ഷേ കുറച്ച് നേരത്തെ നമ്മളിവിടെ എത്തി. ഇനി വെയിറ്റ് ചെയ്യാം. ഫുൾ ഡേ ട്രിപ്പിനായി രാവിലെ 7:30 പുറപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ആവശ്യമാണ്. I can show you more pictures on my phone because that's not really a good picture. It will be something similar to this one. Okay. That's like the couch in the front part and that's the sunbed. ടൂർ പാക്കേജ് എന്ന് പറയുന്നത് പെർ പേഴ്സണ് €130 വരിക. അതുകൂടാതെ നമുക്ക് ബ്ലൂ കേവ് എൻട്രൻസിലേക്ക് ഒരു എൻട്രൻസ് ഫീസ് ആയിട്ട് €24 എക്സ്ട്രാ വരും. And the entrance fee for the blue cave is €24. Yes. So you enter the little boats per person. Yes. You enter the little boats, go into the blue cave. The tour guide will talk to you about the blue cave, but you can't swim in it because it's protected. Okay. So it's just a quick stop to see the blue cave, and after that you go to Stinima. Okay. So Stinima is this bay here. It's a beautiful beach. It's also a half-an-hour stop, so it's a quick swimming stop. The boats will probably dock somewhere around here because they can't enter because of the sea level, but you can swim to the beach if you want. Okay. We also have life jackets on our boat, so if you just want to swim in the deep sea, you can also do that. Okay. Then you go to Budikovac. So Budikovac is pretty famous for the clear sea there. So it's a beautiful place with beautiful beaches. That's a 1-hour stop. So you swim there at the beaches, and then after that you go to Paklinski. So Paklinski is this complex of little islands. They're all forested, so you can walk on land through the forests. But there's also beautiful beaches right around the islands. All this is forest.
Yes. So we can walk all Yeah, over you the can walk on land if you want to. Okay. But we also recommend diving there because there's lots of sea life in the sea because the sea is clear. And we Okay. have diving glasses on our boat, so you can just take them and dive there. That's also a 1 hour stop, and after that you go to Hvar. So Hvar is the sunniest place in Europe. It's also a historical place in Croatia, so you have lots of old buildings and monuments, but also tourist attractions and restaurants and bars if you want to eat something or drink something. That's a 1 hour and 30-minute stop. Okay. You can see the Paklinski Islands from Hvar. Okay. From there. Okay. Yeah. So that's the first boat trip, the full day tour. So the boat trip is 130 euros plus the entrance to the boat there is 24, so it's 154 in total. സമയം ബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്നൊരു കോഫി കുടിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇവിടെ സിറ്റി ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന സ്വീപ്പിങ്ങും വാഷിങ്ങും ചെയ്യുന്ന മെഷീനാണ് കേട്ടോ ഈ പോകുന്നത്. 1967 ഈ വഴിയിലുള്ള ട്രാഫിക് എല്ലാം ഗവൺമെൻറ് നിരോധിച്ചിരിക്കുന്നതാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ടൂർ ഓപ്പറേറ്റർ വന്ന് നമ്മളെ ബോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി. ഒരു ട്രിപ്പിൽ ക്രൂ മെമ്പേഴ്സ് ഉൾപ്പെടെ 14 പേരാണ് ബോട്ടിലുണ്ടാവുക. 7:45 നമ്മൾ സ്പ്ലിറ്റിൻ്റെ ഡോക്കിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഇനി ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ടാവും. ബാക്കി കാഴ്ചകളുമായി ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് കാണാം. ബൈ.